എന്ന് പറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, സ്നാപയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്ന് വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നമ്മൾ ചുമ്മാ കൈയും കെട്ടിയിരുന്നാൽ നമുക്ക് സ്വർഗരാജ്യം ലഭിക്കുകയില്ല. ഒരു പക്ഷേ നമുക്ക് നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടുക ആവശ്യമായി വരും എന്ന് തന്നെയാണ് യേശു നൽകുന്ന സൂചന. ആർക്കെതിരായിട്ടാണ് പോരാട്ടം? തിന്മയുടെ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തില് നമ്മൾ നിരന്തരം ഏർപ്പെട്ടുകൊണ്ട് ആ പോരാട്ടത്തിൽ വിജയിച്ചവർക്ക് മാത്രമേ സ്വർഗരാജ്യം ലഭിക്കുകയുള്ളൂ എന്നുള്ള ഒരു സൂചന ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഈശോ നമുക്ക് നൽകുകയാണ്. അതായത് തിന്മയുടെ ശക്തികൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഈശോയുടെ സഹായത്തോടു കൂടിയിട്ട്, വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സഹായത്തോടു കൂടിയിട്ട് നമ്മൾ വിജയം വരിച്ച സ്വർഗ്ഗം സ്വന്തമാക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്മസിനായിട്ടുള്ള ഏറ്റവും അടുത്ത ഒരുക്കത്തിലാണ്. അവസാനത്തെ ഒരാഴ്ചയുടെ ആ ഒരുക്കത്തിന്റെ ഒരാഴ്ചയിലാണ് നമ്മളായിരിക്കുക. പ്രത്യേകിച്ചും ഈ ആഴ്ചയിലാണ് മിക്കവാറും പേര് നമ്മൾ കുമ്പസാരിക്കാനായിട്ട്, ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള കുമ്പസാരം നടത്താനായിട്ടുള്ള സാധ്യതയുള്ളത്. ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, സ്വർഗരാജ്യം നേടണമെങ്കിൽ നീ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ ഏർപ്പെടണം. ആ തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമ്മുടെ പാപങ്ങളെല്ലാം കൈവിടിഞ്ഞ് പരമാവധി നമ്മൾ ദൈവത്തിന്റെ കൂടെ നിന്ന് തിന്മയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലൂടെ ആ പോരാട്ടത്തിൽ ജയിച്ച് സ്വർഗരാജ്യം സ്വന്തമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.